ഡൈനാമിക് സ്ട്രെച്ചിങ് എന്തിനാണ് നമ്മളിത് ചെയ്യുന്നത്? നമ്മുടെ ബ്ലഡ് ഫ്ലോ കൂട്ടാനും അതുപോലെ തന്നെ മസിലിനെ ആക്ടിവേറ്റ് ചെയ്യാനും എല്ലാം ഡൈനാമിക് സ്ട്രെച്ചിങ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷെ പ്രധാനമായിട്ടും നമ്മുടെ റേഞ്ച് ഓഫ് മോഷൻ കൂട്ടാനും ഫ്ലെക്സിബിലിറ്റി ഇൻക്രീസ് ചെയ്യാനും ജോയിന്റ്സിന്റെ മൊബിലിറ്റി സെറ്റ് ആക്കാനും അങ്ങനെ റിസ്ക് ഓഫ് ഇഞ്ചുറി കുറയ്ക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സ്ട്രെച്ചിങ് ചെയ്യുന്നത്. സോ ഏതൊരു പ്രധാനപ്പെട്ട വർക്കൗട്ടിന് മുമ്പ് നിങ്ങൾ ഡൈനാമിക് സ്ട്രെച്ചിങ് നിർബന്ധമായിട്ട് ചെയ്തിരിക്കണം. സോ ഹെഡ് ടു ടോ എങ്ങനെ സ്ട്രെച്ച് ചെയ്യാം എന്ന് സിമ്പിൾ ആയിട്ട് കാണിച്ചു തരാം. സോ ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഹെഡ് അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെന്റ് ആണ്. 1 2 3 4 5 6 7 8 9 10. പിന്നെ നമ്മൾ ചെയ്യുന്നത് ഹെഡ് ഹാഫ് റൊട്ടേഷൻ ആണ്. നമ്മൾ ബോൾ ആൻഡ് സോക്കറ്റ് ജോയിന്റ്സ് വരുന്ന സ്ഥലത്ത് മാത്രമാണ് ഫുൾ റൊട്ടേഷൻ മൂവ്മെന്റ് റെക്കമെൻഡ് ചെയ്യുന്നത്. ബാക്കി എല്ലാ സ്ഥലത്തും ഹാഫ് റൊട്ടേഷൻ ആണ് നമ്മൾ ചെയ്യുന്നത്. സോ ഫ്രണ്ട് റൊട്ടേഷൻ ആണ് ഫസ്റ്റ് ചെയ്യുന്നത്. 1 2 3 4 5 6 7 8 9 10. ഓക്കെ, ഇനി ബാക്ക് റൊട്ടേഷൻ. 1 2 3 4 5 6 7 8 9 10. നെക്സ്റ്റ് ട്രാപ്സിന് വേണ്ടിയിട്ടുള്ള എക്സസൈസ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. സോ നമ്മൾ ആദ്യം ഫോർവേഡ് റൊട്ടേഷൻ ചെയ്യുന്നു. 1 2 3 4 5 6 7 8 9 10. ഇനി ബാക്ക്വേർഡ്. 1 2 3 4 5 6 7 8 9 10. ഇനി ഷോൾഡറിന് വേണ്ടിയിട്ടാണ്. ഇവിടെ നമ്മൾ ഫുൾ റൊട്ടേഷൻ ചെയ്യും. നമ്മൾ കൈ ഇങ്ങനെ വെച്ചതിന് ശേഷം ഈ എൽബോ കൂട്ടിമുട്ടുന്ന രീതിയിൽ നമുക്ക് ചെയ്യാൻ ശ്രമിക്കാം. 1 2 3 4 5 6 7 8 9 10. ഇനി ഇതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. 1 2 3 4 5 6 7 8 9 10. ഇനി നമ്മൾ റിസ്റ്റിനാണ് ചെയ്യുന്നത്. റിസ്റ്റ് ആദ്യം അപ്പ് ആൻഡ് ഡൗൺ ആണ് ചെയ്യുന്നത്. 1 2 3 4 5 6 7 8 9 10. ഇനി ലെഫ്റ്റ് റൈറ്റ് മൂവ്മെന്റ് ആണ്. 1 2 3 4 5 6 7 8 9 10. ഇനി നമ്മൾ ബൈസെപ്സും ട്രൈസെപ്സിനും വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. സോ കൈ ഇങ്ങനെ വെച്ചതിന് ശേഷം മാക്സിമം സ്ട്രെച്ച് ചെയ്യാം. ഇവിടെ നമുക്ക് ആ ഒരു ടൈറ്റ്നസ് ഫീൽ ചെയ്യണം. 1 2 3 4 5 6 7 8 9 10. ഇനി നമ്മൾ ഒബ്ലിക്സ് ഒന്ന് സ്ട്രെച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് 1 2 3 4 5 6 7 8 9 10. ഇവിടെയും അതേപോലെ തന്നെ ഈ ഒരു ഭാഗമാണ് നമ്മൾ ഡൗൺ ചെയ്യുന്നത്. സോ ഇവിടെ സ്ട്രെച്ച് ആയിട്ട് വരണം. ഇനി അതിന്റെ ഓപ്പോസിറ്റ് സൈഡ്. 1 2 3 4 5 6 7 8 9 10. ഇനി നമ്മൾ ഹിപ്പിനാണ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ഫുൾ റേഞ്ച് ഓഫ് മോഷൻ ആണ് ചെയ്യുന്നത്. സോ ഒരു കാലിൽ തന്നെ രണ്ട് ഡയറക്ഷൻ നമ്മൾ ചെയ്യേണ്ടതുണ്ട്. 1 2 3 4 5 6 7 8 9 10. ഇനി ഇതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. 1 2 3 4 5 6 7 8 9 10. ഇനി ഓപ്പോസിറ്റ് ലെഗ്. 1 2 3 4 5 6 7 8 9 10. ഇനി ഓപ്പോസിറ്റ് ഡയറക്ഷൻ. 1 2 3 4 5 6
7, 8, 9, 10. ഇനി നമ്മൾ ഹാഫ് റൊട്ടേഷൻ ആണ് ഹിപ്പിൽ ചെയ്യുന്നത്. ഫ്രണ്ട് ഡയറക്ഷൻ ഫസ്റ്റ് ചെയ്യുന്നു. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ഇനി ഇതിന്റെ ബാക്ക് 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ഇനി ക്വാഡ്രൈസസിന് വേണ്ടിയാണ് ചെയ്യുന്നത്. സോ നമ്മൾ കാല് ഇങ്ങനെ ഉയർത്തിയിട്ട് ഈ ഒരു പൊസിഷനിൽ കാല് ലോക്കാക്കി വെക്കാം. അതായത് ഒരു 90 ഡിഗ്രിയിൽ കാല് ലോക്കാക്കിയതിനു ശേഷം നമ്മൾ ഈ നീന്റെ താഴോട്ട് മാത്രമേ മൂവ്മെന്റ് വരുന്നുള്ളൂ. ഇവിടെ സ്റ്റേബിൾ ആയിട്ട് കീപ്പ് ചെയ്യണം. സോ ഇവിടുത്തെ ഒരു ക്വാഡ്രൈസസിനാണ് ഈ സ്ട്രെച്ചിങ് വരുന്നത്. സ്റ്റാർട്ട് ചെയ്യാം. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ഇനി ഓപ്പോസിറ്റ് ലെഗ് മാക്സിമം സ്ട്രെച്ച് ചെയ്യാൻ ശ്രമിക്കുക. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ഇനി നമ്മൾ ഹാംസ്ട്രിങ് ആണ് സ്ട്രെച്ച് ചെയ്യുന്നത്. സോ കാല് കുറച്ച് പുറകോട്ട് വെച്ചിട്ട് ഉയർത്തിയതിനു ശേഷം ഇപ്പോഴും ഈ ഒരു പോർഷൻ നമ്മൾ ലോക്ക് ചെയ്ത് വെക്കുക. നീന്ന് താഴോട്ട് മാത്രം ബെൻഡ് ചെയ്യുക. 1 മാക്സിമം സ്ട്രെച്ച് ചെയ്യുക. നമുക്കിവിടെ ഫീൽ വരണം. 2, 3, 4, 5, 6, 7, 8, 9, 10. ഇനി ഓപ്പോസിറ്റ് ലെഗ് 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ഓക്കെ. ഇനി നമുക്ക് കാഫിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. സോ കാഫ് റൈസ് ചെയ്യുക സിമ്പിളായിട്ട്. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ഇനി താഴെ ഫൂട്ടാണ്. ആദ്യം അപ്പ് ആൻഡ് ഡൗൺ ചെയ്യുക. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ലെഫ്റ്റ് റൈറ്റ് ചെയ്യുക. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ഓപ്പോസിറ്റ് ലെഗ് ചെയ്യുക. അപ്പ് ആൻഡ് ഡൗൺ ഫസ്റ്റ്. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. Left and right. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. സോ ഇത് നമ്മൾ കംപ്ലീറ്റ് ബോഡി ഒരു ഡൈനാമിക് സ്ട്രെച്ചിങ് നമ്മൾ ചെയ്തു കഴിഞ്ഞു. ഇത് നിങ്ങൾ ഏതൊരു മേജർ വർക്കൗട്ടിന് മുമ്പ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ റിസ്ക് ഓഫ് ഇഞ്ചറി വളരെ കുറയുന്നതായിരിക്കും.